എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമ്മയുടെ പരിലാളനം പോലെ സുമിക്സ് കിഡ്സ് വെയർ. മുഖ്യമന്ത്രിയെ ഭോപ്പാലിൽ തടഞ്ഞതിനെ ചൊല്ലി വാക്പോര്. അപമാനിച്ചത് കേരളത്തെയെന്ന് പിണറായി വിജയൻ. RSS കാണിച്ചത് അവരുടെ സംസ്കാരം. കേരളത്തിലെ BJP ഓഫീസുകൾ സംരക്ഷിക്കാൻ കഴിയാത്തവരാണ് മധ്യപ്രദേശിനെ കുറിച്ച് പറഞ്ഞ് വിലപിക്കുന്നതെന്ന് കുമ്മനം. ഒരു മുഖ്യമന്ത്രിക്കും ഉണ്ടാകാൻ പാടില്ലാത്ത ദുരനുഭവമെന്ന് ഉമ്മൻചാണ്ടി. KSRTCക്ക് വേണ്ടി അനിയന്ത്രിതമായി പണം മുടക്കാനാകില്ലെന്ന് വ്യക്തമാക്കി ധനവകുപ്പ്. കടം വാങ്ങി പ്രതിസന്ധി തീർക്കുകയല്ല എക്കാലത്തും പ്രതിവിധിയെന്ന് തോമസ് ഐസക്. വരുമാന നഷ്ടം കുറയ്ക്കാൻ കർമ്മ പദ്ധതി വേണം. സദുദ്ദേശപരമായ നിലപാടെന്ന് ഗതാഗത മന്ത്രി. ശശികലയെ ജയലളിതയുടെ പിൻഗാമിയാക്കാനുള്ള നീക്കത്തിൽ തമിഴ്നാട്ടിൽ അതൃപ്തി പുകയുന്നു. ശശികലയുടെ കുടുംബം പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നുവെന്ന് ജയയുടെ സഹോദരപുത്രി ദീപ. പെട്ടെന്ന് രോഗം കൂടിയതിലും ദുരൂഹതയെന്ന ആക്ഷേപം. നേതാവാകാൻ യോഗ്യ ശശികലയെന്ന് ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ തമ്പിദുരൈ. കൊച്ചി മെട്രോയിലെ അനുബന്ധ ജോലികളുടെ നടത്തിപ്പ് കുടുംബശ്രീക്ക്. ടിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ കുടുംബശ്രീ സ്ത്രീകൾ ചെയ്യും. 3 മാസം വൈകിയാലും ആദ്യ സർവീസ് ആലുവ മുതൽ മഹാരാജാസ് വരെ വേണമെന്ന് മുഖ്യമന്ത്രി. പാലാരിവട്ടം വരെയാകാമെന്ന് ശ്രീധരൻ. കൊച്ചിയെ മഞ്ഞക്കടലാക്കി ISL സെമി. ആദ്യ പകുതി ഗോൾ രഹിതം. മുംബൈ ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയസാധ്യത. വിരാട് കോഹ്ലിക്ക് ഡബിൾ സെഞ്ചുറി. ഭോപ്പാലിൽ തന്നെ തടഞ്ഞ സംഭവം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ അപമാനിക്കുന്ന പെരുമാറ്റമാണിത്. RSSന്റെ സംസ്കാരമാണ് അവർ കാണിച്ചത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ആവശ്യമായ സുരക്ഷ ഭോപ്പാലിൽ ഒരുക്കിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു. മധ്യപ്രദേശ് സർക്കാരിനെയും RSSനെയും രൂക്ഷമായി വിമർശിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. ഭോപ്പാലിൽ പ്രശ്നങ്ങളുണ്ടാക്കിയത് RSS പ്രവർത്തകരാണ്. എന്നാൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് തന്നോട് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. പരിപാടിയിൽ പങ്കെടുപ്പിക്കാതെ പിന്നീട് മാപ്പ് പറയുന്നതിൽ അർത്ഥമില്ല. ഭോപ്പാലിൽ തന്നെ തടഞ്ഞത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും RSS അവരുടെ സംസ്കാരമാണ് കാണിക്കുന്നതെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. സംഘടിപ്പിച്ച പ്രതിഷേധം നേതൃത്വം കൊടുക്കുന്നത് RSS ആണ് എന്നുള്ളതുകൊണ്ട് മധ്യപ്രദേശിലെ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാതിരിക്കുക. എന്നിട്ട് ആ പരിപാടിക്ക് ചെല്ലേണ്ട മുഖ്യമന്ത്രിയോട് നിങ്ങൾ തിരിച്ചു പോകണമെന്ന് പറയുക. ഇതൊക്കെയാണ് പ്രശ്നം. സംസ്ഥാനത്ത് BJP പ്രവർത്തകർക്കും ഓഫീസുകൾക്കും സംരക്ഷണം നൽകാൻ കഴിയാത്തവരാണ് മധ്യപ്രദേശിലെ പ്രതിഷേധത്തെ കുറ്റം പറയുന്നതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകി. അതേസമയം മുഖ്യമന്ത്രിക്ക് നേരെ നടന്ന പ്രതിഷേധം അങ്ങേയറ്റം നിർഭാഗ്യകരവും പ്രതിഷേധാർഹമാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ ശ്രീ MV ജയരാജൻ CPIM, ഷിട്ടി സിദ്ദിഖ് കോൺഗ്രസ്, ശ്രീ JR പത്മകുമാർ BJP എന്നിവർ. ആദ്യം ശ്രീ JR പത്മകുമാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഭോപ്പാലിലെ മലയാളികളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് പിണറായി വിജയന് ഈ ദുരനുഭവം ഉണ്ടായത്. അതായത് ഭോപ്പാലിലെ മലയാളികൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കേരളത്തെ തന്നെ അപമാനിച്ചു എന്നതായി കാണാമെന്ന് ചുരുക്കം. എന്തുകൊണ്ടാണ് മധ്യപ്രദേശ് സർക്കാരിന്റെ നിലപാട് നീതികേടാണെന്ന് BJP പറയാത്തത്? നീതികേടല്ലാത്തതുകൊണ്ട്. ഇത് വളരെ തരം താഴ്ന്ന ഒരു രാഷ്ട്രീയം കളിക്കാനല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി. ഇത്രയും സീനിയറായ പരിണതപ്രജ്ഞനായ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു തരംതാണ രാഷ്ട്രീയ ശൈലി സ്വീകരിക്കാൻ പാടുണ്ടോ? അവിടെ എന്താ സംഭവിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ എന്താ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്? അദ്ദേഹം അവിടെ മഹിളാ അസോസിയേഷൻ്റെ പരിപാടിയിൽ പങ്കെടുത്തല്ലോ. ആരും യാതൊരു തടസ്സവും പറഞ്ഞില്ലല്ലോ. അടുത്തൊരു സ്ഥലത്തേക്ക് ഒരു സംഘടനകൾ, മലയാളി സംഘടനകളുടെ ജോയിൻറ്റ് ഫെഡറേഷൻ്റെ ഒരു പരിപാടിയിലേക്ക് പോകുമ്പോൾ അവിടെ കുറേ അസ്വസ്ഥതകൾ ഉണ്ട് എന്നുള്ള കാര്യം, അവിടെ ചെന്നാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന് മുഖ്യമന്ത്രിയോട്, നമ്മുടെ കേരള മുഖ്യമന്ത്രിയോട് ബോധ്യപ്പെടുത്തി. അതനുസരിച്ചിട്ട് അവിടെ അപ്പോൾ പോലീസ് പറഞ്ഞത് പോകാതിരിക്കുന്നതാണ് അനിഷ്ട സംഭവങ്ങൾ. അല്ല, അവിടെ ശ്രീ JR പത്മകുമാർ മുഖ്യമന്ത്രിയെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ, അതിനുവേണ്ട സുരക്ഷ നൽകാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഇവിടെ ക്രമസമാധാന പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഈ പരിപാടി ഒഴിവാക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യാനാണോ ആ സംസ്ഥാനത്ത് ഒരു പോലീസ് ഉള്ളത്? ശരി, നമ്മുടെ സംസ്ഥാനത്ത് ഒരു പരിപാടിക്ക് ഇതര സംസ്ഥാനങ്ങളിലെ ഏതിലെങ്കിലും ഒരു മുഖ്യമന്ത്രി വരികയാണ്. അപ്പോൾ ഇവിടുത്തെ പോലീസ് സ്വീകരിക്കുന്ന നിലപാട്, അയ്യോ മുഖ്യമന്ത്രി അങ്ങോട്ട് പോകരുതേ, അവിടെ പ്രശ്നമുണ്ടാകും, നിങ്ങൾക്കിതൊന്ന് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഒഴിവാക്കൂ എന്നുള്ളതാണോ? അതാണോ മര്യാദ? മര്യാദ അത് ഞാൻ അതിനായിട്ടാണ് പറഞ്ഞു വന്നത്. മുഖ്യമന്ത്രിയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്, ഞാൻ വേറൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്, ഇവിടെ ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ക്രമസമാധാന നില നോക്കുന്നത് നിങ്ങളാണ്, നിങ്ങൾക്കതിൽ ഇതുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഞാൻ തിരിച്ചു പോകാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വരികയാണ് ചെയ്തത്.
ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അറിഞ്ഞുടനെ അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ടെലിഫോണിൽ വിളിച്ചു. ഇതിനെ സംബന്ധിച്ച് അടിയന്തരമായി അന്വേഷണത്തിന് ഉത്തരവിട്ടു. അദ്ദേഹത്തിന് ഖേദം പ്രകടിപ്പിച്ചു. തന്റെ ചീഫ് സെക്രട്ടറി അയച്ചു, DGP അയച്ചു, ജില്ലാ കളക്ടറെ അയച്ചു. ഇതല്ലേ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ നമ്മുടെ മുമ്പേ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പോലീസ് തന്നെയാണല്ലോ കണ്ണൂരിൽ എല്ലാ സംരക്ഷണവും കൊടുത്തത്. എന്നിട്ട് ഈ CPM-കാരെല്ലാം കൂടി അദ്ദേഹത്തിന്റെ നെഞ്ചെറിഞ്ഞു പൊളിച്ചില്ലേ? ആ എറിഞ്ഞു പൊളിച്ച സമയത്ത് അദ്ദേഹം ഹോസ്പിറ്റലിൽ ചെന്ന് കിടന്നത് ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ. ഈ കണ്ണൂരിലെ 2 MLA-മാർക്കെതിരെ FIR എടുത്തില്ലേ? അപ്പൊ ഇത്തരത്തിലൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? MV രാഘവൻ പോയ സമയത്ത് അന്ന് ഇതേപോലെ അന്ന് പോലീസ് അദ്ദേഹത്തോട് പറഞ്ഞല്ലോ നിങ്ങൾ കൂത്തുപറമ്പിൽ. അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീ JR പത്മകുമാർ, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക, അവർ പരിപാടികൾ ഒഴിവാക്കുക എന്നൊക്കെയുള്ളത് ശരി. നമ്മുടെ ഏതെങ്കിലും സർക്കാർ നടപടികളോടുള്ള പ്രതിഷേധം എന്നുള്ള നിലയിൽ പ്രതിഷേധങ്ങൾ നടക്കുന്ന സമയത്താണെങ്കിൽ ഓക്കെ. ഇവിടെ യുവമോർച്ചയോ യൂത്ത് കോൺഗ്രസോ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുകയാണ്, അവിടെ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന് കരുതി മുഖ്യമന്ത്രിയെ ഒരു പരിപാടി ഒഴിവാക്കുകയാണ് എന്നൊക്കെയാണ് എങ്കിൽ ശരിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് മുൻപും അങ്ങനെ നടന്നിട്ടുണ്ടല്ലോ എന്ന് കരുതാം. പക്ഷേ ഇതങ്ങനെയല്ല. മറ്റൊരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തെ മലയാളി സമൂഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നത്. CPIM-ന്റെ നേതാവിനല്ല ദുരനുഭവം ഉണ്ടാകുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ് ദുരനുഭവം ഉണ്ടാകുന്നത്. അങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കണ്ട എന്ന് പറയേണ്ട എന്ത് രാഷ്ട്രീയ സാഹചര്യമുണ്ട്? എന്തെങ്കിലും സവിശേഷമായ സാഹചര്യം ഇപ്പോഴുണ്ടോ? കേരളത്തോട് പ്രതിഷേധം തോന്നേണ്ട, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് പ്രതിഷേധം തോന്നേണ്ട എന്ത് കാര്യമുണ്ടായി അവിടെ? നിങ്ങൾ പറയുന്നത് അല്ല, താങ്കൾ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ പ്രതിഷേധം നടത്താൻ അവകാശമുള്ളൂ എന്നുള്ളതാണോ? അവിടെ ഒരു സംഘടന, ബജറംഗ് ദൾ എന്ന് പറയുന്ന ഒരു സംഘടന മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി വരുന്നു. കരിങ്കൊടി കാണിക്കാം, കല്ലെറിയാം, എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാം. ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് പറഞ്ഞു അത്തരത്തിലൊരു അവിടെ ഒരു സംഘർഷ സാധ്യതയുണ്ട്, എന്ത് വേണമെന്ന് താങ്കൾ തീരുമാനിക്കും. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനുവേണ്ടി സംരക്ഷണം ഏർപ്പെടുത്താം ശരി എന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രി ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ശരി 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 ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ MV ജയരാജൻ സതുദ്ദേശപരമായി ചില പ്രശ്നങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു BJP. എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അസൗകര്യമുണ്ടായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി തന്നെയും അദ്ദേഹത്തിൻ്റെ ചീഫ് സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ DGP-യും ഭോപ്പാലിലെ ജില്ലാ കളക്ടറും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഖേദം പ്രകടിപ്പിക്കുകയും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എല്ലാ സുരക്ഷയും ഉറപ്പാക്കാം എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അത് നല്ല ഒരു മര്യാദയാണ്, മാതൃകയാണെന്ന് BJP അവകാശപ്പെടും. ഇത് ഫാസിസമാണ്, RSSന്റെ സംസ്കാരമാണത്. മധ്യപ്രദേശ് സർക്കാരും RSSും ഉന്നത തലത്തിൽ നടന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കേരള മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി ഇത്തരത്തിൽ അലങ്കോലപ്പെടുത്തിയത്. ഏതാനും ചിലരല്ല, സംഘപരിവാർ സംഘടനകളിൽ ഒന്നായ ബജ്രംഗ് ദൾ റാവുവിൻ്റെ നേതൃത്വത്തിൽ, രവീന്ദ്ര റാവത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. അത് മുഖ്യമന്ത്രി അറിയായികയല്ല, മധ്യപ്രദേശിലെ RSS അറിയായികയല്ല, BJP അറിയായികയല്ല. അവർ ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയാണ്. ആ പരിപാടിക്ക് മുഖ്യമന്ത്രി എത്തുമെന്ന് നേരത്തെ അറിയാം. മധ്യപ്രദേശ് സർക്കാരിനെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രിയെ തടയാൻ എത്തിച്ചേർന്നവരെ ആ സംസ്ഥാനത്തെ പോലീസും അതിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരുമാണ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് മാറ്റി മുഖ്യമന്ത്രിക്ക് പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കേണ്ടത്. അതിന് പകരം പരിപാടിക്ക് മുഖ്യമന്ത്രി പുറപ്പെട്ടു, വഴിമധ്യേ പോലീസ് തടഞ്ഞു നിർത്തി. എന്നിട്ട് പറയുന്നു നിങ്ങളവിടെ പോകരുത്, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അവിടെ മറ്റൊന്നും ചെയ്യാനില്ല. ഞാനിവിടെ എത്തിച്ചേരുന്നത് ഇവിടെ സംഘർഷം ഉണ്ടാക്കാനല്ല, ആ ഉദ്ദേശം എനിക്കില്ല. മാത്രമല്ല, മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായ ആ രാഷ്ട്രീയ നേതൃത്വത്തിന് എന്തെങ്കിലും അപകടമുണ്ടാക്കുന്ന ഒരു കാര്യവും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയോ ചെയ്തിട്ടില്ല. മധ്യപ്രദേശിൽ സംഘർഷം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയും CPIM ചെയ്തിട്ടില്ല. പിന്നെ എന്തിന് കേരള മുഖ്യമന്ത്രിയെ അവിടെ കരികൂടി കാട്ടിക്കണം? ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഒക്കെ ആളുകൾക്കുണ്ട്.
എന്താണ് അവരുടെ പരിപാടിയുടെ കാരണം? മധ്യപ്രദേശിൽ എന്തെങ്കിലും ഒരു സംഘർഷം CPIM ഉണ്ടാക്കണം? ഇല്ല. കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മധ്യപ്രദേശ് ഗവൺമെന്റിനെയോ RSSനെയോ BJPയെയോ മോശപ്പെടുത്തുന്ന എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവിടെ എത്തിച്ചേർന്നു. വിവരം മുൻകൂട്ടി മധ്യപ്രദേശ് സർക്കാരിനെ അറിയിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിനുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കേണ്ട ഉത്തരവാദിത്വം മധ്യപ്രദേശ് സർക്കാരിനാണ്. ഇവിടെ സമാനമായ സംഭവം ഉണ്ടായല്ലോ. രാജ്നാഥ് സിംഗ് ഇവിടെ വന്നപ്പോൾ, ഇവിടെ സംഘർഷം ഉണ്ടായ സമയത്ത് അദ്ദേഹം എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹം എന്തൊക്കെ പരിപാടിയിലാണോ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ അറിയിച്ചത്. ശരി, ആ മാതൃക താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ശ്രീ JR പത്മകുമാർ, ഇവിടെ മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തിന് കേരള മുഖ്യമന്ത്രി തടയപ്പെടണം എന്നുള്ളതാണ്. കേരള മുഖ്യമന്ത്രിയോട് അനിഷ്ടം തോന്നേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് എങ്കിൽ, അത് മധ്യപ്രദേശിലെയോ കേരളത്തിലെയോ സാഹചര്യങ്ങളിൽ ഉണ്ട് എങ്കിൽ അത് മനസ്സിലാക്കാം. അതൊന്നുമില്ലാതെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്തെത്തി ആ സംസ്ഥാനത്ത് താമസിക്കുന്ന കേരളീയരായ ആളുകളെ കാണുക എന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ തടയുക എന്ന് പറയുന്നതിൻ്റെ യുക്തി അതൊന്ന് വിശദീകരിക്കാമോ? അല്ല, യുക്തിയുടെ പ്രശ്നമല്ലല്ലോ അഭിലാഷ്. ഒരു സംഘടന എന്നുള്ള നിലയിൽ അവർക്ക് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അതിക്രമങ്ങളും ഈ കൊള്ളയും അതുപോലെ തന്നെ ഈ ആളുകളെ കൊലപാതകങ്ങളും പ്രതിഷേധം ഇന്ത്യ ഒട്ടിക്കൊണ്ട് പാർലമെന്റിലുണ്ട്. പിന്നെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ഒരിടത്തും പ്രതിഷേധിച്ചുകൂടാന്ന് പറയുമെങ്കിൽ ഈ TMC നമ്മുടെ തൃണമൂൽ കോൺഗ്രസ്സുകാർ പശ്ചിമ ബംഗാളിൽ മാർക്സിസ്റ്റുകാർ എന്തോ ഉപദ്രവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ജാഥ നടത്തിയിട്ടുള്ള പാർട്ടിയല്ലേ ഇത്? അതുകൊണ്ട് കേരളത്തിലെ പ്രശ്നങ്ങൾക്ക് മാത്രമേ അവർ ഇടപെടാറുണ്ടോ? പാലസ്തീനിൽ എന്തോ പ്രശ്നം ഉണ്ടായെന്ന് ശരി, പശ്ചിമ ബംഗാളിൽ പ്രശ്നമുണ്ടായിട്ട് പശ്ചിമ ബംഗാളിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് കേരളത്തിൽ ഒരു ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഗുജറാത്തിൽ വ്യക്തമായിട്ടൊരു ശ്രീ JR പത്മകുമാർ, ഗുജറാത്തിൽ സമാനമായ വിധത്തിൽ ഗുജറാത്തിന്റെ മാതൃകയെ അതിനിശ്ചിതമായി വിമർശിക്കുന്നവരാണല്ലോ ഇവിടെയുള്ള ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ട് എന്തെങ്കിലും ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? കർണാടകയിൽ മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പ ഇടയ്ക്ക് കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നുവല്ലോ, അദ്ദേഹത്തിന് എന്തെങ്കിലും ദുരനുഭവം നേരിട്ടിട്ടുണ്ടോ? BJPയുടെ വിവിധ മുഖ്യമന്ത്രിമാർ, BJPയുടെ രാഷ്ട്രീയമായി വിയോജിപ്പുള്ള BJPക്കെതിരെ ഇവിടെ ജാഥ നടത്തുന്ന ആളുകളാണ് കേരളത്തിലുള്ള ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും. അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ വന്ന ഏതെങ്കിലും നേതാക്കൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ എല്ലാ മുഖ്യമന്ത്രിമാരും കഴിഞ്ഞ സെപ്റ്റംബർ മാസം കോഴിക്കോട് ഉണ്ടായിരുന്നുവല്ലോ, എല്ലാ ദേശീയ നേതാക്കളും ഉണ്ടായിരുന്നുവല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? അല്ല, ആ രീതിയിൽ ഇതിനെ ചിത്രീകരിക്കരുത്. ഞങ്ങൾ ആരെങ്കിലും മുഖ്യമന്ത്രി വരണ്ടെന്ന ഏതെങ്കിലും മന്ത്രിമാരെ പോകണ്ടെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. നിങ്ങൾ അത്ര വലിയ മഹത്വം പറയാമെങ്കിൽ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിൽ വന്നപ്പോൾ കരിദിനം ആചരിച്ച് കരിക്കൊടി കാണിക്കാൻ രംഗത്ത് വന്നവരാണ് ഇവരുടെ പാർട്ടി. ശ്രീരാമനവമി ആഘോഷത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് വരാൻ നരേന്ദ്രമോദി വന്നപ്പോൾ അന്ന് അവകാശം നിഷേധിച്ചവരാണ് ഈ പാർട്ടി. അപ്പൊ ഈ മഹത്വം ഒന്നും ഇവർ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് ഇവരുടെ രീതി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഞാൻ ചോദിക്കട്ടെ, ഇവരെന്താ പറയുന്നത്? ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലോ അഭിലാഷ്. MV രാഘവൻ കൂത്തുപറമ്പിൽ പോയപ്പോ അന്ന് പോലീസ് പറഞ്ഞ് MV രാഘവനോട് അങ്ങോട്ട് പോകണ്ട എന്ന്. അന്ന് ഇപ്പൊ ഇവർ പറയുന്നത് എന്താണ്? അന്ന് MV രാഘവൻ തിരിച്ചു പോകേണ്ടതായിരുന്നു. ആ തിരിച്ചു പോകാതെ പോലീസ് പറഞ്ഞത് കേൾക്കാതെ പോയത് കൊണ്ടാണ് 5ഓളം CPM-കാരെ വെടിവെച്ച് DYFI-കാരെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നത് എന്ന് അന്ന് സ്റ്റാൻഡ് എടുത്തവരാണ്. ഇന്ന് അത്തരത്തിലൊരു സാഹചര്യം അവിടെ ഉണ്ടപ്പോ ഒരു സംഘർഷം ഉണ്ടാക്കേണ്ട സാഹചര്യം തൊട്ട് മുൻപ് ഞാൻ ചോദിച്ച ചോദ്യം അതായിരുന്നു. ശരി, MV രാഘവൻ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആ സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തെ വിദ്യാഭ്യാസ കച്ചവടം എന്നാരോപിച്ച് അതിശക്തമായി സമരം നടക്കുന്ന കാലം, DYFI-കാർ സമരം നടത്തുന്ന കാലത്ത് അവിടെ മന്ത്രി ചെന്ന് പ്രകോപനം ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞു. എന്ന് പറയുന്നത് പോലെ മധ്യപ്രദേശിലെ ബജ്രംഗ് ദളുകാരെയോ സംഘപരിവാറുകാരെയോ പ്രകോപിപ്പിക്കാൻ, അതായത് ഇദ്ദേഹം ഇങ്ങോട്ട് വരണ്ട, വന്നാലൊരു കുഴപ്പമാണ് എന്ന് പറയാൻ എന്തെങ്കിലും ഒരു സാഹചര്യം വേണ്ടേ? താങ്കളുടെ കമ്പാരിസൺ തന്നെ ശരിയല്ല. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന താല്പര്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയ സമരങ്ങൾക്ക് അപ്പുറത്ത് ഒരു മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ ആ തരത്തിലുള്ള പരിഗണനയല്ല കിട്ടേണ്ടതെന്ന് നമുക്കറിയാം. അദ്ദേഹം രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലല്ലല്ലോ പോയിട്ടുള്ളത്. ശരി, ഇനി അതൊക്കെ ആണെങ്കിലും എന്ത് സാഹചര്യം? അന്ന് സ്വാശ്രയ സമരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെയുള്ള സമരം ഉണ്ടായിരുന്നു. ഇന്ന് പിണറായി വിജയനെ തടയാൻ എന്ത് കാരണം?
സുഹൃത്തുക്കൾക്ക് ഇത് എല്ലാവർക്കും അറിയാം, ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അഭിലാഷ് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ പ്രതിഷേധിക്കാനുള്ള അവകാശമുള്ളൂ എന്നാണോ? അല്ല, അങ്ങനെയല്ലോ. ആർക്ക് വേണമെങ്കിലും പ്രതിഷേധിക്കാം, അതിനൊരു കാരണം വേണമല്ലോ. ഈ കൊലപാതകങ്ങള് അതിന് നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഈ കൊലപാതകം നടത്തുമ്പോൾ നിരപരാധികളായ ആളുകളെ ശരി, കൊലപാതകം നിൽക്കട്ടെ, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ടി സിദ്ദിഖ്, കേരളത്തിലെ ജനങ്ങൾക്ക് നേരെ ഉള്ള ഒരു അധിക്ഷേപം എന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ വിഷയത്തെ വിശദീകരിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ അവഹേളിക്കപ്പെട്ടു എന്ന് കോൺഗ്രസിന് തോന്നുന്നത്? ഒന്ന്, ഇന്ത്യ രാജ്യത്തെ ഒരു പൗരന് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 19(1)(a)യും (d)യും അനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാനുള്ളതായിരിക്കുന്ന അവകാശമുണ്ട്. ഒന്ന്, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മധ്യപ്രദേശിലേക്ക് പോകുമ്പോൾ ഒഫീഷ്യലായിട്ട് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. സ്വാഭാവികമായും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവിടെ ഒഫീഷ്യൽ ഗസ്റ്റായി വിജ്ഞാപനം ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണെങ്കിലും അല്ലെങ്കിലും കേരളത്തിൻ്റെ ജനങ്ങളുടെ, കേരളത്തിലെ മലയാളികളുടെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം മധ്യപ്രദേശിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് അവിടെ മതിയായ സുരക്ഷ ഒരുക്കാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്തം മധ്യപ്രദേശ് സർക്കാരിനുണ്ട്. അദ്ദേഹത്തോട് മാത്രമല്ല, മലയാളികളോട് മൊത്തം മധ്യപ്രദേശിലെ BJP സർക്കാർ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഹീനമായ നടപടിയാണ് ഇത്തരം ഒരു സംഗതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഞാനൊരൊറ്റ കാര്യം, ശ്രീ ഇവിടെ JR പത്മകുമാർ പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ ഒറ്റ കാര്യം മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റാണ്. നാളെ നിങ്ങളുടെ ഒരു സമ്മേളനം കോഴിക്കോട് വെച്ചുകൊണ്ട് നടന്നു. കോഴിക്കോട് വെച്ചുകൊണ്ട് സമ്മേളനം നടന്ന സന്ദർഭത്തിൽ ഇന്ത്യയിലുള്ളതായിരിക്കുന്ന BJPയുടെ മുഴുവൻ മുഖ്യമന്ത്രിമാരും ഇവിടെ വന്നു. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങോട്ടും കൊല്ലുന്നുണ്ട്. അതിന് നിങ്ങളാരും ഒരു രീതിയിലുള്ള ഉപേക്ഷയും വരുത്താതെ കൊല്ലലും കൊലയും നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും സുഖിച്ച് എണ്ണം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ രണ്ടുപേരും. ഞാൻ ചോദിക്കട്ടെ, പക്ഷേ ഇവിടെ നിങ്ങൾ സമ്മേളനം നടത്തി തിരിച്ചുപോയി നിങ്ങളെ ഒഫീഷ്യൽ ഗസ്റ്റാക്കി BJP മുഖ്യമന്ത്രിമാരെയും കേന്ദ്രമന്ത്രിമാരെയും കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. സമാനമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കാൻ, ഒരുക്കാൻ ആർക്ക് ബാധ്യതയുണ്ട്? BJP ഗവൺമെന്റിന് അവിടെ ബാധ്യതയുണ്ട്. JR പത്മകുമാർ പറഞ്ഞതനുസരിച്ച് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു. കേരളത്തിലാണല്ലോ ഈ കൊലപാതകം നടക്കുന്നത്. കൊലപാതകം നടക്കുന്ന കേരളത്തിൽ RSS മോശം സംഘടനയല്ലല്ലോ, BJP മോശം സംഘടനയല്ലല്ലോ. നിങ്ങൾ ശ്രീ പിണറായി വിജയൻ സഞ്ചരിക്കുന്നിടത്ത് അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി ഉയർത്തുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിങ്ങൾ കേരളത്തിൽ നിഷേധിക്കുന്നുണ്ടോ? കേരളത്തിൽ ശ്രീ പിണറായി വിജയനെ വഴിതടയും എന്ന് BJPയോ RSSോ ബജ്രംഗ് ദളോ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. കേരളത്തിൽ ഈ കൊലപാതകത്തിന്റെ പേരും പറഞ്ഞ് മധ്യപ്രദേശിൽ നിങ്ങൾ തടയുക എന്ന് പറയുമ്പോൾ അത് ഫാസിസമാണ്, അധികാരത്തിന്റെ അഹങ്കാരമാണ്, മലയാളികളോടുള്ള തികച്ചുമുള്ളതായിരിക്കുന്ന അവഹേളനമാണ്. നിങ്ങളറിയോ, ലക്ഷക്കണക്കിന് മലയാളികളുള്ള സ്ഥലമാണ് ഭോപ്പാൽ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന സ്ഥലം. നാളെ BJP ഭരിച്ചാൽ BJP മുഖ്യമന്ത്രിക്ക് കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുന്നിടത്തേക്ക് പോകേണ്ടി വരും, കോൺഗ്രസ്സുകാരൻ ഭരിക്കുന്നിടത്തേക്ക് പോകേണ്ടി വരും, കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് തിരിച്ചു പോകേണ്ടി വരും. ഇവിടെയൊക്കെ ഒരു ഫെഡറലിസത്തിന്റെ മാന്യത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങൾ വഴി തടഞ്ഞു, പോലീസ് വന്നുകൊണ്ട് ഇൻഫർമേഷൻ കൊടുത്തു, വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. അപ്പോ പിണറായി വിജയൻ പോകാതിരുന്നു, അതിന് അദ്ദേഹമാണ് ഉത്തരവാദി എന്നാ പറഞ്ഞത്. ഞാൻ ശ്രീ JR പത്മകുമാരോട് ചോദിക്കുന്നു, രണ്ടാമത് DGP വിളിച്ചിട്ട് രണ്ടാമത് എന്താ പറഞ്ഞതെന്നറിയോ? DGPയും ചീഫ് സെക്രട്ടറിയും രണ്ടാമത് പറഞ്ഞത്, നിങ്ങൾക്ക് പോകാനുള്ള മതിയായ സുരക്ഷ ഞങ്ങൾ ഒരുക്കാം. അപ്പോഴത്തേക്ക് ഫംഗ്ഷൻ കഴിഞ്ഞു. ഇത് ആദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കായിരുന്നു? ആ ഉത്തരവാദിത്തം ഗവൺമെന്റിനായിരുന്നു. അത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാ? ബോധപൂർവമാണ്. ഒരു കാരണവശാലും ഇന്ത്യ രാജ്യത്തെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ ചെയ്യാൻ പാടില്ലാത്ത അക്ഷന്തവ്യമായ ഫെഡറലിസത്തിനെതിരെയുള്ള, ഭരണഘടനയ്ക്കെതിരെയുള്ള നഗ്നമായിട്ടുള്ള ലംഘനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ശ്രീ പിണറായി വിജയൻ നേതാവിനെയല്ല, അകമ്പടി സേവിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ SP-യുടെ നിർദ്ദേശം ഈ പരിപാടി ഒഴിവാക്കുന്നതാണ് ഉചിതം എന്നുള്ളതാണെന്ന് പിണറായി വിജയനെ അറിയിക്കുമ്പോഴും അദ്ദേഹത്തോട് താങ്കൾക്ക് തീരുമാനിക്കാം ഈ പരിപാടിയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന കാര്യം താങ്കൾക്ക് തീരുമാനിക്കാം എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയോട് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ടും ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്ന് പിണറായി വിജയൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? രണ്ടാമതായി പിന്നെ DGP തന്നെ, ആ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് സേനയുടെ തലവൻ തന്നെ പൂർണ്ണമായും സുരക്ഷ ഉറപ്പാക്കാം എന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നിട്ടും പിണറായി വിജയൻ പിന്നെ വൈകിയാണെങ്കിലും ആ യോഗത്തിലേക്ക് എത്താം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ല. ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നോ?
വിവേകമുള്ള ഒരു നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത്. വിവേകം എന്തെന്ന് ചോദിച്ചാൽ, മധ്യപ്രദേശ് ഭരിക്കുന്നത് ഇടതുപക്ഷമല്ല, മധ്യപ്രദേശ് ഭരിക്കുന്നത് BJP ആണ്. അവരുടെ സംഘടനകളൊന്നായ ബജ്രംഗ് ദളാണ് ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മധ്യപ്രദേശിൽ ക്രമസമാധാന സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടവർ സ്വന്തം അനുയായികളെ കൊണ്ട് ഇങ്ങനെയൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചാൽ സ്വാഭാവികമായും അത് കേരള മുഖ്യമന്ത്രി വിവേകത്തോടുകൂടി പറയേണ്ടത്, ഞാൻ ഇവിടെ വന്നത് സംഘർഷം ഉണ്ടാക്കാനല്ല, ഞാൻ വന്നത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ്, എന്നെ ക്ഷണിച്ച പരിപാടിയിലാണ്, ആ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത് മൂലം സംഘർഷം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ പരിപാടിക്കാവശ്യമായ സംരക്ഷണം ഒരുക്കേണ്ടവർ ഒരുക്കിയതിന് ശേഷമാണ് പിണറായി വിജയനോട് പറയുന്നതെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിക്ക് അവിടെ പരിപാടിയിൽ പങ്കെടുക്കാമായിരുന്നു. എന്താ അവർ ചെയ്തത്? പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം DGPയും ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഖേദം പ്രകടിപ്പിക്കുന്നു. അതിനെ കൊണ്ട് ഒരു കാര്യവുമില്ല. ഒരാളെ കൊന്നു എന്നിട്ട് പറയുന്നു ക്ഷമിക്കുക, അതിനെ കൊണ്ട് എന്താ കാര്യം? അപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യം മധ്യപ്രദേശിലെ BJP ഗവൺമെന്റ് ചെയ്തില്ല. എന്നിട്ടിപ്പോൾ പിണറായി വിജയൻ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പരിപാടിയിൽ പോകാതിരുന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? പരിപാടി പോയൂ എന്ന് കരുതുക. മധ്യപ്രദേശ് BJP ഭരിക്കുന്ന സംസ്ഥാനമാണെന്ന് ഓർക്കണം. പോയതിന് ശേഷം സംഘർഷം ഉണ്ടായി എന്ന് കരുതുക. പിണറായി വിജയൻ അവിടെയും പോയി അക്രമത്തിന് നേതൃത്വം കൊടുത്തു എന്ന് ഇതേ പത്മകുമാർ ഇതേ ചാനലിൽ വന്ന് പറയില്ലേ? ചിരിക്കുന്ന കണ്ട പത്മകുമാർ. എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നതെന്ന് ഇപ്പം എൻ്റെ മനസ്സിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം അദ്ദേഹം പറയുന്നത് പിണറായി വിജയനാണ് എല്ലാ കൊലക്കും നേതൃത്വം കൊടുക്കുന്നത്, കൊലയാളിയെ തടയുകയാണ്. അദ്ദേഹം ഇടക്ക് പറഞ്ഞു കല്ലെറിയും, കല്ലെറിഞ്ഞാലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തന്നെ ബജ്രംഗ് ദൾ എന്ത് പരിപാടിയാണ് ആസൂത്രണം ചെയ്തതെന്ന് പുറത്തു വന്നു. പറയാതെ നമുക്ക് വായിച്ചെടുക്കാം അവരെന്തെല്ലാം ആസൂത്രണം ചെയ്തിട്ടുണ്ടാവുമെന്ന്. ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഫെഡറൽ സംവിധാനമുള്ള ഒരു രാജ്യത്ത് ഇതെങ്ങനെ മാനിക്കപ്പെടണം എന്നത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാമാണ്. ഇത് ഒരു ഫെഡറൽ രാജ്യമാണ്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടണം. BJP ഭരിക്കുന്ന സംസ്ഥാനം, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം, CPM ഭരിക്കുന്ന സംസ്ഥാനം, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനം, അവരുടെ രാഷ്ട്രീയ അഭിപ്രായഗതികൾ എന്തോ ആവട്ടെ. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം BJPയുടെ കേന്ദ്രമന്ത്രിമാരോ BJPയുടെ സംസ്ഥാന മുഖ്യമന്ത്രിമാരോ ഇവിടെ വരുമ്പോൾ അവരെ സംസ്ഥാനത്തിൻ്റെ അതിഥികളായി പരിഗണിച്ചുകൊണ്ട് അവർക്കുള്ള സുരക്ഷ ഉറപ്പാക്കലാണ്. അത് ചെയ്യുകയാണ് കേരളത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ പത്മകുമാർ പറഞ്ഞതുപോലെ CPIMന്റെ നിരവധി പ്രവർത്തകന്മാർ വേട്ടയാടപ്പെട്ടല്ലോ. ഈ 6 മാസത്തിനിടയിൽ മാത്രം നമുക്ക് അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാം. അതിനേക്കാൾ പ്രധാനം എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം മധ്യപ്രദേശിൽ നേരിട്ടു എന്നുള്ളതാണല്ലോ. ശ്രീ JR പത്മകുമാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം വിട്ടേക്കൂ, അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാം, അതാരുടെയും ഔദാര്യമൊന്നുമല്ല. ഭരണഘടന ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഉറപ്പു നൽകുന്ന അവകാശമാണത്. ആ അവകാശം നിഷേധിക്കപ്പെടാൻ പാടുള്ളതല്ല. എന്തുകൊണ്ട് പിന്നെ BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ പിണറായി വിജയൻ അത് നിഷേധിക്കപ്പെട്ടു? ഇതൊരു വിവാദമാക്കുന്നതിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഉദ്ദേശമുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. അവിടെ ആരും നിരോധിച്ചില്ല. അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതിനെ സംബന്ധിച്ച് താങ്കളുടെ തീരുമാനമെടുക്കാം, സംഘർഷമുണ്ടാകും. അപ്പൊ അതനുസരിച്ച് അദ്ദേഹം പറഞ്ഞു പോകുന്നില്ല എന്ന് പറഞ്ഞു, വളരെ സൗമ്യമായി പറഞ്ഞു. എന്നിട്ട് ഇവിടെ വന്നിട്ട് വിവാദം ഉണ്ടാക്കുന്നതിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. എനിക്ക് സിദ്ദിഖ് പറഞ്ഞതിനോടാണ് എനിക്കൊരു അത്ഭുതം തോന്നിയത്. കേരളത്തിൽ നമ്മുടെ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പോലീസാണല്ലോ സംരക്ഷണം ഒരുക്കേണ്ടത്.
അപ്പൊ അവിടെ വേറൊരു ഗവൺമെന്റ് അല്ലല്ലോ, അദ്ദേഹം ഒന്ന് പ്രതിപക്ഷ നേതാവൊന്നും അല്ലല്ലോ. കണ്ണൂരിൽ ചെന്നിട്ട് നെഞ്ചത്ത് ഏറുമാക്കി നെഞ്ച് ഇങ്ങനെ ഉടുപ്പ് വെക്കിയ ആളുകളൊക്കെ കാണിച്ചത് എന്ത് അടിസ്ഥാനത്തിലാ? അപ്പൊ അദ്ദേഹത്തിന്റെ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയില്ലായിരുന്നോ? അപ്പൊ അത്തരത്തിലൊരു സംഘർഷ സാധ്യതയുണ്ട് അവിടെ മധ്യപ്രദേശിൽ. അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. നമ്മുടെ മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലായി. ഇതിനെ രാഷ്ട്രീയ വിവാദമാക്കേണ്ട കാര്യം എന്താ? അപ്പൊ ഈ ഒരു രാഷ്ട്രീയ വിവാദമാക്കേണ്ട കാര്യം ഷിജാർ പത്മകുമാർ, സഞ്ചാര സ്വാതന്ത്ര്യം ആര് തടഞ്ഞാലും ആരെ തടഞ്ഞാലും അത് ഭരണഘടന നൽകുന്ന അവകാശത്തിന്റെ ലംഘനമാണ്. അത് ഉമ്മൻചാണ്ടിയെ തടഞ്ഞാലും അത് അദ്ദേഹത്തിന് ലഭിക്കേണ്ട അവകാശത്തിന്റെ നിഷേധമാണ്. പക്ഷേ നേരത്തെ ശ്രീ സിദ്ദിഖ് തന്നെ ചൂണ്ടിക്കാണിച്ചുവല്ലോ, ഇവിടത്തെ ഒരു രാഷ്ട്രീയ സമരം പോലെയല്ല. ഇവിടുത്തെ മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്തെത്തുമ്പോൾ ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ അനുചര വൃന്ദത്തിൽപ്പെട്ടവർ നടത്തുന്ന പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹത്തിന് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ സാമാന്യമായി അതിൻ്റെ ഉപരിപ്ലവതയിൽ മാത്രം കാണേണ്ടുന്ന ഒന്നല്ല. മറിച്ച് ഒരു ഭരണകൂടം ആ സ്റ്റേറ്റിൻ്റെ ഔദ്യോഗിക ഗസ്റ്റായ ഒരാളോട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് വരുമ്പോൾ, ഭരണകൂട സംവിധാനങ്ങൾ അതിന് ഉപയോഗിക്കുന്നു എന്ന് വരുമ്പോൾ, ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായ പോലീസ് അതിലൊരു കരുവാണ് എന്ന് വരുമ്പോൾ അത് സ്റ്റേറ്റ് സ്പോൺസർ ചെയ്തതാണെന്ന് സംശയം വരും. വിയോജിപ്പുള്ള ആളുകളൊന്നും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത് ഫാസിസമാണ്, അക്ഷരാർത്ഥത്തിൽ ഫാസിസം. അല്ലല്ല, അത് താങ്കളുടെ വിലയിരുത്തലാണ്. അങ്ങനെ അല്ലല്ലോ സംഭവിച്ചത്. ഈ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്, അവിടെ പോകണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ഒരു പ്രശ്നവുമില്ല, മുഖ്യമന്ത്രിയെ വിവരം അറിയിച്ചില്ല. നേരെ അവിടെ ചെന്നിരുന്നുവെങ്കിൽ, ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായിരുന്നെങ്കിൽ എന്താ പറയുക? മുഖ്യമന്ത്രി അവിടെ കൊണ്ട് ചെന്ന് BJPയും RSSും ബജറംഗ് എല്ലാം കൂടി ആക്രമിച്ചു, കൊലയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോയി എന്ന് പറയുമായിരുന്നു. ഇതേ ജയരാജനും ഇതേ സിദ്ദിഖും അത് തന്നെ, താങ്കൾ ഉൾപ്പെടെ അത് തന്നെ പറയുമായിരുന്നു. പിന്നെ ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞാൽ, കേരളത്തിന്റെ ഒരു ഗവർണർ കേരളത്തിൽ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വന്നിട്ട് ഇറങ്ങാൻ കഴിയാതെ തിരിച്ചുപോയ സംസ്ഥാനമാണ് കേരളം. നിങ്ങൾക്കറിയാലോ, അത് രാഷ്ട്രീയ പാർട്ടിയൊന്നും അല്ലല്ലോ. അതേപോലെ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി നമ്മുടെ നേരത്തെ ഉള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ട് അവിടെ പങ്കെടുക്കാൻ കഴിയാതെ അദ്ദേഹം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിൽ നിന്ന് പരിപാടിയിൽ പങ്കെടുക്കാതെ പോയിട്ടുണ്ടല്ലോ. ഈ സിദ്ദിഖിന്റെ നേതാവ് KC ജോസഫ് പരിപാടിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിൽ നിന്ന് പോയിട്ടുണ്ടല്ലോ. ഇതൊക്കെ സംഘർഷ സാധ്യത. മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ സംഘർഷ സാധ്യതയുള്ളപ്പോൾ, രാഷ്ട്രീയ സമരങ്ങൾ നടക്കുമ്പോൾ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി ചില പരിപാടികൾ ഒഴിവാക്കാറുണ്ട്. അത് പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അങ്ങനെ കണ്ടാൽ പോരെ ഇതിനെ എന്നുള്ളതാണ് BJP പക്ഷത്ത് നിന്നുള്ള ചോദ്യം. ഒന്ന്, മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി കണ്ണൂരിലേക്ക് യാത്ര ചെയ്തപ്പോൾ പോലീസ് പരേഡിൽ അവരുടെ കായികമേളയുടെ സമാപനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കണ്ണൂരിലേക്ക് പോകുമ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPIM-ന്റെ ഒരു പറ്റം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളടക്കം ചേർന്ന് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ പരിക്ക് പറ്റി, അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് രക്തം വന്നു. ഭീകരമായിട്ടുള്ള അനുഭവം ഉണ്ടായി. ഞാൻ ചോദിക്കുന്നു, അത് ശരിയായിട്ടുള്ള നടപടിയാണോ? ശരിയായ നടപടിയല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് യാത്ര ചെയ്ത ആളാണ്. ഞാനൊരു JR പത്മകുമാർ മനസ്സിലാക്കേണ്ടത്, ഉമ്മൻചാണ്ടിയെ യാത്ര ചെയ്യുമ്പോൾ കല്ലെറിയുന്നതും ഉമ്മൻചാണ്ടിയെ തടയുന്നതും, നിങ്ങൾ ഭരിക്കുന്ന മധ്യപ്രദേശിൽ ശ്രീ പിണറായി വിജയനെ തടയുന്നതും ഇതെല്ലാം ഒരേപോലെയാണ്. ഒന്ന്, വ്യക്തി എന്ന രീതിയിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യം. ഒന്ന്. രണ്ട്, മുഖ്യമന്ത്രി എന്നുള്ളതായിരിക്കുന്ന ജനങ്ങളുടെ പ്രതിനിധി എന്നുള്ളതായിരിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ഔന്നിത്യം. മൂന്ന്, ഒഫീഷ്യൽ ഗസ്റ്റാണ് അവിടെ പോകുമ്പോൾ. ഞാൻ JR പത്മകുമാറിനോട് ചോദിക്കുന്നു, കേരളത്തിൽ നിങ്ങൾ ശ്രീ പിണറായി വിജയന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ RSSോ ബജറംഗ് ദളോ തടയുന്നുണ്ടോ? ഇവിടെ അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി കാണിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ നിങ്ങൾക്ക് എയർപോർട്ടിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രക്ഷോഭങ്ങൾ നിങ്ങൾക്ക് നയിക്കാലോ, തിരുവനന്തപുരത്ത് നടത്താലോ? ഇവിടെ കാമൻ കോയറ്റ് അവിടെ പ്രശ്നമില്ല. ഇവിടെ അങ്ങോട്ട് കൊല്ലുന്നു, തിരിച്ചിങ്ങോട്ടും കൊല്ലുന്നു, ഒരു കുഴപ്പമില്ല. കൊല്ലലും കൊലപാതകവും നടത്തിക്കൊണ്ട് സുഖിച്ച് നേതാക്കന്മാർ യാത്ര ചെയ്യുന്ന പാർട്ടിയാണ് CPIM-ഉം BJP-യും RSSും. തർക്കമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, മധ്യപ്രദേശിൽ മാത്രം എന്താ ഈ പ്രതിഷേധം? അവിടെയാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഫാസിസ്റ്റ് അജണ്ട ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ട്. ഇത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘടനവും വർഗ സംഘടനവും മുഖ്യമന്ത്രിമാരുടെയും ഭരണാധികാരികളുടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെ വരെ ദുരുപയോഗം ചെയ്യുന്ന തലത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് ജനാധിപത്യത്തിന് ഹിതകരമല്ല. ഫെഡറൽ സംവിധാനത്തെ ഗൗരവമായി ബാധിക്കുകയാണ്, നഗ്നമായി ബാധിക്കുകയാണ്, ഭരണഘടനയെ ചോദ്യം ചെയ്യുകയാണ്. അത് മുളയിലെ അവസാനിപ്പിക്കണം.
അതിനെതിരായിട്ടുള്ള ജനകീയ പ്രതിഷേധം ഉയർന്നു വരണം. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് നിങ്ങൾ അങ്ങോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം എന്ന് പറയേണ്ട ആളുകളല്ല സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ. അവിടെ പ്രശ്നമുണ്ട്, ഞങ്ങൾ അതിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കാം എന്ന് പറയേണ്ടവരാണ് നിങ്ങൾ, എന്ന് പറയേണ്ടവരാണ് ഭരണാധികാരികൾ. എന്തേ ഞാൻ ചോദിക്കുന്നു, രണ്ടാമത് DGP പറഞ്ഞല്ലോ ഞങ്ങൾ സുരക്ഷ ഒരുക്കാം, നിങ്ങൾ പോകണം. ശരി, അതെന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല? താങ്കൾ നേരത്തെ ആ ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. ഞാൻ ആ ചർച്ചയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ MV ജയരാജൻ, ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ജനാധിപത്യ അവകാശം നിഷേധിക്കപ്പെട്ടു പിണറായി വിജയന്റെ കാര്യത്തിൽ. രണ്ട്, ഫെഡറൽ സംവിധാനത്തിൽ ഉണ്ടാകേണ്ട മാന്യതയും പരസ്പര ബഹുമാനവും നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത് നൽകിയില്ല പിണറായി വിജയനെ സംബന്ധിച്ച്. ഈ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ഈ ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അദ്ദേഹം ജനനേതാവാകാം, ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ആളാകാം, മറ്റാരുമാകാം. കേരളത്തിൽ നിങ്ങൾ ആ ജനാധിപത്യ ബോധം കാണിച്ച ചരിത്രമില്ലല്ലോ. മുൻപ് മന്ത്രിമാരായിരുന്നവർ, മുഖ്യമന്ത്രിമാർ ഒക്കെ വഴിയിൽ തടയപ്പെട്ടിട്ടുണ്ട്, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, മുഖ്യമന്ത്രിയായിരിക്കും ഉമ്മൻചാണ്ടി ആക്രമിക്കപ്പെട്ടിട്ട് തന്നെയുണ്ട് അക്ഷരാർത്ഥത്തിൽ കണ്ണൂരിൽ, താങ്കളുടെ നാട്ടിൽ. അപ്പോൾ വിതച്ചത് കൊയ്യുന്നു എന്ന് പറയുന്നത് പോലെയാണെന്ന് BJP പറയും. ജനാധിപത്യ അവകാശങ്ങളും പൗരസ്വാതന്ത്ര്യവും നിഷേധിക്കുന്ന ഒരു നിലപാട് സമരത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷമോ CPIM ഒരു കാലത്ത് കേരളത്തിൽ സ്വീകരിച്ചിട്ടില്ല. കേരളത്തിൽ അതത് കാലത്ത് സർക്കാരിൻ്റെ തെറ്റായ നടപടികൾക്കെതിരായി, അഴിമതിക്കെതിരായി മന്ത്രിമാർ തന്നെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അത് ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നു വരിക തന്നെ ചെയ്തിട്ടുണ്ട്. അതിനെ, ആ സമരങ്ങളെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിൻ്റെ നിഷേധമായിട്ട് കണ്ടുകൂടാ. ആ സമരം തന്നെ ജനാധിപത്യപരമായിട്ടുള്ള സമരങ്ങളാണ്. അങ്ങനെയുള്ള സമരങ്ങളെ ഇപ്പോൾ മധ്യപ്രദേശിലെ സംഭവവുമായി കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമില്ല. അത് പറഞ്ഞുകൊണ്ട് മധ്യപ്രദേശിലെ സംഭവത്തെ ന്യായീകരിക്കാനും കഴിയില്ല. മധ്യപ്രദേശിലെ സംഭവം മുഖ്യമന്ത്രി പിണറായി വിജയനെ തടയാനോ കരിങ്കൊടി കാണിക്കാനോ മാത്രമുള്ള എന്തെങ്കിലും ഒരു സമീപ വിഷയം മധ്യപ്രദേശിലില്ല. പിണറായി വിജയൻ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയല്ല. പിണറായി വിജയൻ ആ സംസ്ഥാനത്തെ എന്തെങ്കിലും അന്യരാഷ്ട്രീയത്തിൽപ്പെട്ടവരെ അവിടെ പോയി ആക്രമിച്ച എന്തെങ്കിലും സംഭവമില്ല. ഇനി കേരളത്തിലെ സംഭവത്തെ രാജ്യവ്യാപകമായി അവർ നടത്തുന്നതാണെങ്കിൽ, ഡൽഹിയിൽ CPMന്റെ ഓഫീസ് തകർത്തിട്ടുണ്ട് ഒട്ടേറെ തവണ. ബാംഗ്ലൂരിലും മംഗലാപുരത്തും ഒഡീസയിലും CPMന്റെ ഓഫീസുകൾ തകർത്തിട്ടുണ്ട്. അതുപോലെയുള്ള സംഭവമാണെന്ന് അവർ പറഞ്ഞാൽ മതി. ഇവിടുത്തെ പ്രശ്നം ഒരു പൗരൻ എന്നുള്ള സഞ്ചാര സ്വാതന്ത്ര്യം തടയുക എന്നതോടൊപ്പം ഒരു മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തെത്തിയാൽ പാലിക്കേണ്ട മര്യാദയുടെ ലംഘനം നഗ്നമായി അതുണ്ടായിട്ടുണ്ട്. ഞാൻ അത് ചോദ്യത്തിൽ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിക്ക് കിട്ടേണ്ട ആദരവ് കിട്ടിയിട്ടില്ല എന്നുള്ള പ്രശ്നം. തുടരുക ശ്രീ MV ജയരാജൻ. ശ്രീ JR പത്മകുമാർ, കേരളത്തിൽ BJPയും CPIMും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, ആളുകളെ കൊല്ലുന്നുണ്ട്. അത് പക്ഷേ നമ്മൾ ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷമുള്ള ടാലി തന്നെ, അങ്ങനെ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, പക്ഷേ അങ്ങനെ പറയേണ്ടി വരും. അത് പരിശോധിച്ചാൽ തുല്യമാണല്ലോ. അതല്ലാതെ BJP പ്രവർത്തകർ ഏകപക്ഷീയമായി കൊല്ലപ്പെടുന്ന സാഹചര്യം കേരളത്തിലില്ല. BJPക്കാർ CPIMകാരെയും CPIMകാർ BJPക്കാരെയും കൊല്ലുന്നുണ്ട്, ഏറെക്കുറെ സമാസമമായ നിലയിൽ. നിങ്ങളിവിടുത്തെ ഒരു ദുർബല വിഭാഗമല്ല, നിങ്ങളിവിടുത്തെ ഒരു അടിച്ചമർത്തപ്പെടുന്ന വിഭാഗമല്ല, പരസ്പരം കൊമ്പ് കോർക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ്. അങ്ങനെ ഇരിക്കെ ആ പ്രശ്നത്തിൻ്റെ പേരിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ CPIMനെ ആക്രമിക്കുക, അല്ലെങ്കിൽ CPIMന്റെ പ്രതിനിധികളായ നേതാക്കളെ ആക്രമിക്കുക, CPIMന്റെ ഡൽഹിയിലെ ഓഫീസ് തകർത്തത് ശ്രീ MV ജയരാജൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. 2 തവണ അങ്ങനെ ആക്രമണം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ തിണ്ണമെടുക്ക് കാണിക്കുന്നത്? ഞങ്ങൾക്ക് കൂടുതൽ ശക്തിയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ ഫാസിസ്റ്റ് പ്രവണതയാണ്. അഭിലാഷ് ഒരു എനിക്കറിയാമല്ലോ, കോളേജ് കാലഘട്ടം മുതൽ താങ്കൾക്ക് അറിയാമല്ലോ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രമൊക്കെ ഒരു യുവാവെന്നുള്ള നിലയിൽ താങ്കൾക്ക് അറിയാമല്ലോ. എന്താണ് കണ്ണൂർ ജില്ലയിലെ കാര്യമെന്ന് എല്ലാവർക്കും വളരെ എന്നെക്കാൾ കൂടുതൽ അറിയാവുന്ന ആൾ നിങ്ങളാണല്ലോ. 1947 ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിലും ഇന്നും സ്വാതന്ത്ര്യം കിട്ടാത്ത ജനങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ ജില്ല. അവിടെ ആരാണ്, എന്താണ്, എങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെ ജീവിക്കണമെന്നൊക്കെ ആരാണ് നിശ്ചയിക്കുന്നത്? ഈ മാടമ്പിമാരാണ്. ഇദ്ദേഹം
അല്ല അങ്ങനെയൊന്നും പറഞ്ഞു പോലെ ശ്രീ ജെ ആർ പത്മകുമാർ അങ്ങനെ ഒരു വലിയ വേഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് താങ്കൾ നടത്തരുത്. പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുകയാണ്. രണ്ട് പക്ഷത്തും ഏറെക്കുറെ സമാനമായ വിധത്തിൽ നാശനഷ്ടമുണ്ട്. അത് വസ്തുവകകളുടെ കാര്യത്തിലായാലും ആൾനാശത്തിന്റെ കാര്യത്തിലായാലും. അതല്ലാതെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അടിച്ചമർത്തുന്നു എന്ന അവസ്ഥ കണ്ണൂരിലുമില്ല, കേരളത്തിലുമില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് കൂടുതൽ ശക്തിയുള്ള ഒരു സംസ്ഥാനത്ത് എന്തിനാണ് ഇങ്ങനെ തിണ്ണമെടുക്ക് കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്നും എത്ര പിണറായി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ അവിടെ ജനങ്ങൾ അഭയാർത്ഥികളായി മറ്റ് പഞ്ചായത്തുകളിൽ പോയിരിക്കുക. ഇതൊന്നും നിങ്ങൾ മീഡിയ കാണാത്തത് എന്താ? അപ്പൊ ഈ പറയുന്ന ജനാധിപത്യ ബോധമൊന്നും ഒരിടത്തും കാണിക്കുന്നില്ല. അതിന് മറുപടിയായി ഞങ്ങൾ കാണിച്ചു എന്നുള്ളതിന് അർത്ഥത്തിലില്ല. ഇദ്ദേഹത്തിന്റെ ഈ ജനാധിപത്യത്തെ കുറിച്ചുള്ള പ്രസംഗം എന്ന് പറഞ്ഞാൽ ഈ വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പോലെ ഞാൻ കാണുന്നുള്ളൂ. നിങ്ങൾ ഈ അവിടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് പറയുന്ന ഈ നിയമസഭയ്ക്കകത്ത് അന്ന് ജയരാജന്റെ അതിനകത്തില്ലായിരുന്നു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇന്ന് പല മന്ത്രിമാരുമുണ്ട്. എന്താണ് കാണിച്ചത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഈ ജനാധിപത്യത്തെ കുറിച്ചൊന്നും ഇവർ സംസാരിക്കണ്ട. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോ കേരളത്തിൽ വന്നപ്പോ ഈ കരിദിനമായി ആചരിച്ചത് ഈ കേരളത്തിൽ നരേന്ദ്രമോദി എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ലല്ലോ. നരേന്ദ്രമോദി പങ്കെടുക്കുന്ന വേദിയിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് ഉപരോധിച്ച് വെളിയിറങ്ങിപ്പോയ ഇവരാരും പങ്കെടുക്കാതിരുന്നത്, ശിവഗിരിയിൽ പോലും പങ്കെടുക്കാതിരുന്നത് കേരളത്തിലും നരേന്ദ്രമോദി എന്തെങ്കിലും ചെയ്തിട്ടുള്ളതാണോ? അപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായി പിണറായി വിജയനെ തടയാനോ കരുകേട് കാണിക്കാനോ തീരുമാനമെടുത്തില്ല. അതുകൊണ്ടാണ് സിദ്ദിഖ് ഞങ്ങൾ കേരളത്തിൽ അങ്ങനെ ഒന്നും ചെയ്യാത്തത്. പിന്നെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ ഏതെങ്കിലും സംഘടനകൾ അത് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് BJP മൊത്തമായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. എന്തായാലും വിയോജിപ്പ് രേഖപ്പെടുത്തി പങ്കെടുക്കാതിരിക്കുന്നതും അത് നടത്തില്ല എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. രണ്ടിന്റെയും ടോൺ വേറെയാണ്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ MV ജയരാജൻ, ജനാധിപത്യത്തിന്റെ കണ്ണൂർ മോഡലിന് മധ്യപ്രദേശ് മോഡലിലും ഡൽഹി മോഡലിലും സംഘപരിവാർ മറുപടി പറയുന്നു എന്ന് നമുക്ക് ഒരൊറ്റ വാചകത്തിൽ സാമാന്യമായി ഇതിനെ കാണാം. ഇത് സമാനതകളില്ലാത്തൊരു സംഭവമാണ് മധ്യപ്രദേശ് സംഭവം. ഗുജറാത്ത് മാതൃക രാജ്യത്താകെ നടപ്പാക്കാനാണ് സംഘപരിവാർ ഇപ്പോൾ പരിശ്രമിക്കുന്നത്. 2002 2000-ലേറെ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ നാടാണ്. അതാണ് തിണ്ണമിടുക്ക്, ഏകപക്ഷീയമായ കൊലയാണ്. അതിന്ന് രാജ്യത്താകെ നടപ്പാക്കുകയാണ്. ഏകപക്ഷീയമായിട്ടാണ് ദളിതൻ ക്ഷേത്രത്തിൽ കയറുമ്പോൾ കൊന്നൊടുക്കപ്പെടുന്നത്. ഏകപക്ഷീയമായിട്ടാണ് 3 സാംസ്കാരിക നായകന്മാരെ കൊലപ്പെടുത്തിയത്. ഏകപക്ഷീയമായിട്ടാണ് ഗുജറാത്തിൽ ഉനയിൽ ദളിതന്മാരെ പീഡിപ്പിച്ചത്. ഏകപക്ഷീയമായിട്ടാണ് JNUവിൽ ഹൈദരാബാദ് സർവകലാശാലയിൽ അക്രമം നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഏകപക്ഷീയമായി തങ്ങളുടെ ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ള അക്രമങ്ങൾ രാജ്യത്തിന് വിവിധ പ്രദേശങ്ങളിൽ സംഘടിപ്പിച്ചു വരികയാണ്. അത് നടത്തുന്നവർ ഇപ്പോൾ ഇതാ മറ്റൊരു രീതിയിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ കൂടി ഏകപക്ഷീയമായി മധ്യപ്രദേശിൽ നേരിടുകയാണ്. അത് നടത്തുന്ന കൂട്ടർ അതിന് സഹായകരമാവുന്ന നിലപാട് സ്വീകരിക്കുകയാണ്. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞു കണ്ണൂരിൽ നാടുവിട്ടു പോവുകയാണ് അഭയാർത്ഥികൾ. പിണറായി പഞ്ചായത്തിൽ നിന്ന് നാടുവിട്ടുപോയ ഒരു BJP-കാരൻ്റെ പേര് പറയാമോ? ഇല്ലല്ലോ. ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ RSSന്റെ യഥാർത്ഥത്തിൽ അവരുടെ 5ാം പത്തിയായി പ്രവർത്തിക്കുന്ന ബ്ലേഡ് മാഫിയ സംഘം, പുത്തൻകണ്ടത്ത സംഘം അവിടെ ഉണ്ടല്ലോ. അവരക്രമം നടത്തുകയാണല്ലോ കണ്ണൂരിലെ വിവിധ പ്രദേശങ്ങളിൽ. ധർമ്മട മണ്ഡലത്തിലാണല്ലോ 2 കൊലപാതകം നടത്തിയത്. അപ്പോൾ RSS ഏകപക്ഷീയമായി ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ള അക്രമ പരമ്പരകൾ രാജ്യത്താകെ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമാണ് മധ്യപ്രദേശിലെ സംഭവം. ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. അവർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല. അത് വിചാരധാരയിൽ തന്നെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, RSSന്റെ അല്ല, നമുക്ക് അതിലേക്കൊന്നും പോകാനുള്ള സമയമില്ല. ക്ഷമിക്കുക ശ്രീ MV ജയരാജൻ. ശ്രീ T സിദ്ദിഖ്, ഈ 2 കൂട്ടരും തമ്മിലുള്ള വൈരാഗ്യം കേരളത്തെ കലുഷിതമാക്കിയിട്ടുള്ള ഘട്ടങ്ങൾ സമീപകാല ചരിത്രത്തിൽ തന്നെ ഒട്ടനേകമുണ്ട്. അത് പക്ഷേ രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിലേക്ക് കേരളത്തിൻ്റെ ഒരു പ്രതിനിധി പോകുമ്പോൾ ആ പ്രതിനിധി അപമാനിക്കപ്പെടുന്ന തരത്തിലേക്ക് വളരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സവിശേഷമായ സാഹചര്യം. ഈ കാര്യത്തിൽ ഈ 2 കക്ഷികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുള്ള സ്പേസ് ഉണ്ടോ?
ഒന്ന് ഞാനൊരു സീരിയസ് ആയ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പിന്നെ നേരത്തെ ബഹുമാന്യനായ ശ്രീ MV ജയരാജൻ സൂചിപ്പിക്കുകയുണ്ടായി, ജനാധിപത്യ മാർഗത്തിലുള്ളതായിരിക്കുന്ന സമരങ്ങൾ അഴിമതിക്കെതിരായും പിന്നെ മറ്റു കാര്യങ്ങൾക്കെതിരായും ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യ മാർഗമുള്ള സമരങ്ങൾ അവലംബിക്കും. പക്ഷേ ഞാൻ ശ്രീ MV ജയരാജനോട് പറയാൻ ആഗ്രഹിക്കുന്നു, കണ്ണൂരിൽ അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ നിങ്ങൾ നടത്തിയിട്ടുള്ള ആക്രമണം ജനാധിപത്യ സമരമല്ല, അത് തെരുവ് ഗുണ്ടായിസമായിരുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരു സംശയവും നിങ്ങൾക്ക് ആ കാര്യത്തിൽ വേണ്ട. പക്ഷേ അത് ചെയ്തു എന്നുള്ളത് കൊണ്ട് പിണറായി വിജയൻ ഈ രീതിയിലുള്ളതായിരിക്കുന്ന ഒരു അനുഭവത്തിന് വിധേയനാകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. CPIM-ന്റെ ഗുണ്ടകൾ ചെയ്യുന്നത് പോലെ BJP-ക്കാർ ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ഒരിക്കലും പറ്റില്ല. ഒരു സംശയം വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ളതായിരിക്കുന്ന അക്രമങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, ഒരു സംശയമില്ല. നിങ്ങൾ ആരാ കുറവ്? ധനരാജനെ കൊലപ്പെടുത്തി ആദ്യം പയ്യന്നൂരിൽ, തിരിച്ച് രാമേന്ദ്രനെ കൊന്നല്ലോ, മോഹനെ കൊലപ്പെടുത്തി, രമിത്തിനെ കൊന്നു. ഈക്വൽ ചെയ്ത് പോവുക, എണ്ണത്തിൽ പോലും വ്യത്യാസമില്ല. ഇവിടെ നടത്തുന്ന ഈ കൊലപാതകം പാവപ്പെട്ട പ്രവർത്തകർ അരുങ്കൊലയ്ക്ക് വിധേയമായി താഴെ വീഴുമ്പോൾ ഞാൻ ചോദിക്കുന്നു, ഏതെങ്കിലും നേതാക്കന്മാർ യാത്ര ചെയ്യുമ്പോൾ ആ നേതാക്കന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം കേരളത്തിൽ BJP RSS നേതാക്കന്മാർ യാത്ര ചെയ്യുമ്പോൾ CPIM തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? CPIM യാത്ര ചെയ്യുമ്പോൾ RSS-ഉം BJP-യും ബജറംഗ് ദളും തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തേ മധ്യപ്രദേശിൽ? അവിടെയാണ് പ്രശ്നം. മണ്ണിന്റെ മക്കൾവാദം ഉയർത്തുന്ന ശിവസേനയെ പോലെ, മണ്ണിന്റെ മക്കൾവാദം ഉയർത്തുന്നതായിരിക്കുന്ന ഫാസിസത്തിന്റെ ലക്ഷണം പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് മലയാളികളുടെ ടോട്ടലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വികാരത്തിന്റെ അംശമാണ്. തർക്കം വേണ്ട. പിണറായി വിജയനാണോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളാണോ എന്നുള്ളതല്ല. ഇത് മലയാളികളെയാണ് നിങ്ങൾ അവഹേളിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? സംഭവിച്ചത് ഒരു തർക്കവുമില്ല. ഞങ്ങൾ സംരക്ഷണം തരാം, നിങ്ങൾ പോകണം എന്ന് പറയുന്ന DGP, പോലീസ് സംവിധാനം ആദ്യം തന്നെ പറയേണ്ടത് പ്രശ്നമുണ്ട്, പക്ഷേ ഞങ്ങൾ എല്ലാ പഴുതടച്ചതായിരിക്കുന്ന സംരക്ഷണം ഞങ്ങൾ തീർക്കും എന്നാണ് പറയേണ്ടത്. അത് പറയാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ കയ്യിലേക്കല്ല അദ്ദേഹം ബാറ്റിട്ട് കൊടുക്കേണ്ടത്. സംരക്ഷണത്തിന്റെ സെക്യൂരിറ്റിയുടെ ചുമതല ആർക്കാ? സെക്യൂരിറ്റിയുടെ ചുമതല അവിടെയുള്ളതായിരിക്കുന്ന പോലീസിനാണ്, അവിടെയുള്ള ഭരണകൂടത്തിനാണ്. മാപ്പ് പറയേണ്ട ആളല്ല മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി സുരക്ഷാ വീഴ്ച പഴുതില്ലാതെ അടച്ച് ഞങ്ങൾ സംരക്ഷണം കൊടുത്തിട്ടും പിണറായി വിജയൻ പോയില്ല എന്ന് പറഞ്ഞാൽ അതിനാണ് അന്തസ്. അവിടെയാണ് ജനാധിപത്യം. എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അവഹേളിക്കപ്പെടുന്നു എന്ന ചോദ്യം വരുമ്പോൾ കേരളത്തെക്കുറിച്ച് സംഘപരിവാർ രാഷ്ട്രീയം കുറെ നാളുകളായി അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ്. ഓർഗനൈസറിൽ ലേഖനം വരുന്നു കേരളത്തെക്കുറിച്ച്, ഇത് ബീഫ് തിന്നുന്നവരുടെ നാടാണ്, ഇത് അസഹിഷ്ണുക്കളുടെ നാടാണ്, ഇത് തീവ്രവാദത്തിന്റെ കളിത്തൊട്ടിലാണ്, നഴ്സറിയാണ്, കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളും ഇവിടെ പരസ്പരം കെട്ടിപ്പുണരുകയാണ് എന്നൊക്കെയുള്ള ആരോപണം ദേശീയ തലത്തിൽ പല തവണ കേരളത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞു. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ ഇങ്ങോട്ടുള്ള നേതാക്കളൊക്കെ അത്തരത്തിൽ വലിച്ചിഴക്കപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ പ്രത്യയശാസ്ത്രപരമായി കേരളത്തെ സംഘപരിവാർ രാഷ്ട്രീയം ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നുകൂടി അറിയണം. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ അപമാനിക്കപ്പെട്ടിട്ടുള്ളത്. അല്ല അഭിലാഷ്, അതിനു മുമ്പ് സിദ്ദിഖ് ചോദിച്ച 2-3 ചോദ്യത്തിനുണ്ട്. അതിനൊന്നും ഒരു ചെറിയ രീതിയിൽ മറുപടി പറഞ്ഞു വിട്ടെ. അങ്ങനെ പഴുതടച്ച സുരക്ഷ കൊടുക്കണമെങ്കിൽ എന്തുകൊണ്ട് MV രാഘവനോട് മുൻകാലത്തെ UDF അന്ന് തിരിച്ചു പോകണം എന്ന് ആവശ്യപ്പെട്ടു? അതേപോലെ KC ജോസഫിന് സുരക്ഷ കൊടുക്കാതെ എന്തിന് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യിപ്പിച്ചു? ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടിയിൽ പങ്കെടുക്കാതെ അദ്ദേഹം വേറെ വളഞ്ഞ വഴിയിൽ കൂടി പറഞ്ഞു വിട്ടത് പഴുതടച്ച സുരക്ഷ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? ഇതാണ് സിദ്ദിഖ് പറയേണ്ടത്. ഇത് തന്നെയാണ് മധ്യപ്രദേശ് ഗവൺമെന്റ് ചെയ്തത്. അവിടെ സംഘർഷമുണ്ടാകും, ഇങ്ങനെ സാധ്യതയുണ്ട്, താങ്കൾക്ക് നിലപാടെടുക്കാം എന്ന് പറഞ്ഞ് സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. സിദ്ദിഖ്, നിങ്ങളും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഗവർണറെ പോലും തിരുവനന്തപുരത്ത് ഇറക്കാതെ എറണാകുളത്ത് ഇറക്കിയത് പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഞങ്ങളാരും ആ രീതിയിൽ സംഘർഷം ഉണ്ടാക്കുക, ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഒഴിവാക്കുക എന്നുള്ള നിലയിൽ മാന്യമായി അതോടൊപ്പം ചീഫ് സെക്രട്ടറി, അതോടൊപ്പം DGP ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഇടപെട്ടു. നിമിഷങ്ങൾ ചോദിക്കൂ. പപ്പട ഒരൊറ്റ ചോദ്യം, JR പത്മകുമാർ ഒറ്റ ചോദ്യം.
രണ്ടാമത് സുരക്ഷ ഒരുക്കി എന്ന് നിങ്ങൾ പറഞ്ഞതും ആദ്യം പറഞ്ഞതും തമ്മിൽ വ്യത്യാസം എന്തുകൊണ്ടുണ്ടായി? അപ്പോ വിവാദമായപ്പോ നിങ്ങൾ ഫെഡറലിസത്തിന്റെ സ്വഭാവം കാട്ടി, അല്ലാതെ വന്നപ്പോ ആദ്യം നിങ്ങൾ കാണിച്ചത് സംഘപരിവാറിന്റെ സ്വഭാവമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയുന്നു. കേരളത്തിൽ നിങ്ങൾ ഹർത്താൽ നടത്തും. CPIM ജില്ലയിലെ ഹർത്താൽ, നിങ്ങൾ സ്റ്റേറ്റിൽ ഹർത്താൽ. രമിത്തിനെ കൊന്നപ്പോൾ സ്റ്റേറ്റിൽ ഹർത്താൽ, അതുപോലെ മോഹനെ കൊന്നപ്പോൾ CPIM ജില്ലയിലെ ഹർത്താൽ. ഉമ്മൻചാണ്ടി എന്താ ചെയ്തതെന്നറിയോ? ഉമ്മൻചാണ്ടി ചെയ്തത് സ്വന്തം ദേഹത്ത് അക്രമത്തിന് വിധേയനായപ്പോഴും എനിക്ക് ആക്രമണത്തിന് വിധേയനായപ്പോൾ അതിന്റെ പേരിൽ ഒരു കാരണവശാലും ഹർത്താൽ പാടില്ല എന്നുള്ള നിലപാടെടുത്തു. അതൊക്കെ ജനങ്ങളെ കാണുന്ന സമീപനങ്ങളാ. ഇതും ജനങ്ങളെ കാണുന്നുണ്ട്. ഒരൊറ്റ കാര്യം, രണ്ടാമത് നിങ്ങൾ സ്വീകരിച്ചത് പ്രശ്നങ്ങൾ കേരളത്തിൽ ഒരു ജില്ലയിൽ ഹർത്താൽ നടത്തിയില്ലേ? ആദ്യം അല്ല, നമ്മുടെ ചർച്ച ഹർത്താലിനെ കുറിച്ചല്ല. ശ്രീ JR പത്മകുമാർ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞില്ല. ഉത്തരം പറഞ്ഞിട്ടില്ല. കേരളത്തോട് എന്താണ് സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇത്ര പ്രശ്നം? കേരളത്തിന്റെ ഈ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിനെ മുഴുവൻ അവമതിക്കുന്നു, അല്ലെങ്കിൽ അതിനെ കണക്കിലെടുക്കാതെ കേരളത്തെ സൊമാലിയ എന്ന് വിശേഷിപ്പിച്ചു നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ. കേരളത്തോട് ഈ പുച്ഛം രാഷ്ട്രീയമായി കേരളം BJPക്ക് വലിയ തോതിൽ ഇടം കൊടുക്കുന്നില്ല എന്ന് വരുമ്പോൾ, ഇവിടെ വേറൊരു രാഷ്ട്രീയമാണ് എന്ന് കാണുമ്പോൾ കേരളത്തോട് തന്നെയുള്ള ഒരു അസഹിഷ്ണുത ഉണ്ടല്ലോ. ആ അസഹിഷ്ണുതയുടെ പ്രകടനമാണോ ഭോപ്പാലിൽ കണ്ടതെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇങ്ങനെ കുറെ മാധ്യമ പ്രവർത്തകരും അതുപോലെ ചില രാഷ്ട്രീയക്കാരും ചില സംഘടനകളും ഒക്കെ ഈ തരത്തിൽ എന്തോ വലിയ മഹത്തരമായ കാര്യമാണ് CPM മറ്റുള്ളവരും ചെയ്യുന്നത്, BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഒക്കെ മോശമായി പ്രവർത്തിക്കുന്നു, കേരളത്തെ പുച്ഛമാക്കുന്നു എന്നുള്ള പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊന്നും കേരളത്തിൽ വേകുന്നില്ലല്ലോ. ഇപ്പൊ കേരളത്തിൽ വളരുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ്, അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനമാണ്. നിങ്ങൾ കഴിഞ്ഞൊരു 3-4 തെരഞ്ഞെടുപ്പിന്റെ ഗ്രാഫ് ഒന്ന് പരിശോധിച്ച് നോക്കൂ. ആ പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വളരുന്ന ജനമനസ്സുകൾ സ്ഥാനം പിടിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ബന്ധമുള്ള സംഘടനകളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങളാരും കേരളത്തിലെ പുച്ഛമായി കാണുന്നില്ല. അങ്ങനെ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിന് മാർക്സിസ്റ്റ് പാർട്ടി ഒരു വലിയ ശ്രമം നടത്തുന്നുണ്ട്. അതൊന്നും വിലപ്പോവില്ല. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ അവകാശ പോരാട്ടത്തിന് വേണ്ടിയിട്ട്, അവകാശങ്ങൾക്ക് വേണ്ടി, നീതി നിഷേധത്തിനെതിരായിട്ട് പോരാടുന്ന ഒരു പാർട്ടിയായിട്ടാണ് കേരളത്തിൽ വളർന്നത്. അതുകൊണ്ട് ഞങ്ങൾ കേരളത്തെ മോശമാക്കി കാണുന്നില്ല. അങ്ങനെ മോശമാക്കി കാണിക്കാൻ BJP എതിരാണെന്ന് വരുത്താനുള്ള ശ്രമം ജനങ്ങൾ പുച്ഛിച്ചു തള്ളും. അതുകൊണ്ടാണ് ഇന്ന് 16% വോട്ട് നേടി ഭാരതീയ ജനതാ പാർട്ടി ഒരു മൂന്നാമതൊരു രാഷ്ട്രീയ ഫോഴ്സായി കേരളത്തിൽ വളരുന്നത്. കേരളത്തോട് പുച്ഛമില്ല. ശരിയാവട്ടെ. ശ്രീ എം വി ജയരാജൻ, പാർട്ടികൾ എന്നുള്ള നിലയിൽ CPIMഉം BJPയും തമ്മിൽ പോരാടുന്നത് സർക്കാർ സംവിധാനങ്ങൾ കൂടി ഏറ്റെടുക്കുകയാണ്, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ കൂടി അതിൻ്റെ ഭാഗമാവുന്നത് കൊണ്ടാണല്ലോ മധ്യപ്രദേശിൽ ഔദ്യോഗിക അതിഥിയായ പിണറായി വിജയന് ഇങ്ങനെ ഒരു മോശം പരിഗണന നേരിടേണ്ടി വരുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളതാണ്. അതിനപ്പുറത്ത് ഭരണ സംവിധാനത്തിലേക്ക് കൂടി നിങ്ങളുടെ ഈ വൈരാഗ്യം കടന്നു കയറുകയാണോ? അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. നേരത്തെ 2-3 തവണ പറഞ്ഞതുകൊണ്ട് വ്യക്തമാക്കുകയാണ്. മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി കണ്ണൂരിൽ വന്നപ്പോൾ ഉണ്ടായ സംഭവത്തിൽ മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനത്തിൻ്റെ ഗ്ലാസ് തകർന്നത് ഇപ്പോഴും ദുരൂഹമാണ്. മുഖ്യമന്ത്രി ഇരുന്ന സീറ്റ് അവിടെയല്ല ഗ്ലാസ് തകർന്നത്, മറുഭാഗത്താണ്. എന്നിട്ട് മുഖ്യമന്ത്രിക്ക് പരിക്ക് പറ്റിയെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അന്ന് ലീഗുകാരനായ ഒരാൾ കല്ലെറിയുന്ന ചിത്രം ചാനലുകളിൽ CPMന്റെ ഒരാളും കല്ലെറിയുന്ന ഒരു CCTV ദൃശ്യവും അതുകൊണ്ട് അതിങ്ങനെ ഇതുപോലെ ഇനി ഒരു കാര്യം വ്യക്തമാക്കട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ RSS രാജ്യത്താകെയാണ് ഫാസിസം നടപ്പാക്കുന്നത്. പറഞ്ഞോളൂ ശ്രീ സിദ്ദിഖ്. മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞതുമായി ബന്ധപ്പെട്ട് താങ്കളെന്ന് മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് താങ്കൾക്ക് പറയാം. ഏതാണ്ട് 200ഓളം വരുന്ന ആളുകളെ കശാപ്പ് ചെയ്ത KC ജോസഫ് ഇരുന്ന ഭാഗത്താണ് ഇവരുടെ ട്രാഫിക് നിയന്ത്രിക്കുന്ന കോണും വടികളും കല്ലുകളും ഒക്കെയായി ഇവരുടെ ആയുധം സംഭരിച്ചുകൊണ്ടുള്ള ഇവരുടെ ക്രിമിനലുകളായ ആളുകൾ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് കല്ലുകൾ എറിഞ്ഞു, ഇപ്പുറത്ത് നിന്ന് അവിടെ നിന്നും കല്ലുകൾ എറിഞ്ഞു. കല്ല് KC ജോസഫിന്റെ ഭാഗത്തുള്ളതായിരിക്കുന്ന ഭാഗത്തുനിന്ന് കല്ല് വന്ന് പൊട്ടിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ
ഉമ്മൻചാണ്ടിയുടെ നെഞ്ചത്ത് പതിച്ചത്? ഞാൻ ചോദിക്കുന്നു, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നെഞ്ചത്ത് പരിക്ക് പറ്റിയത് നമ്മൾ കണ്ടു. ചില്ലുകൾ പൊട്ടി അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് രക്തം വീണ് നമ്മൾ കണ്ടു. ആ പ്രതികളെ അറസ്റ്റ് ചെയ്ത് അവരെ ചോദ്യം ചെയ്തപ്പോ അതിന് ഒത്താശ ചെയ്തു കൊടുത്ത CPIM-ന്റെ സമീപനവും നമ്മൾ കണ്ടു. അപ്പോ പിണറായി വിജയനെതിരെ സംഭവിച്ചാൽ അത് ജനാധിപത്യ വിരുദ്ധം, ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് പരിക്ക് പറ്റിച്ചാൽ അത് ജനാധിപത്യം. ഈ ഇരട്ടത്താപ്പ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ CPIM-ന് ഭൂഷണമല്ല. ഇത് തെരുവുകൊണ്ടായി മാത്രമല്ല, സംസ്ഥാന മുഖ്യമന്ത്രിമാരോട് മാത്രമല്ല, അവിടുത്തെ ജനങ്ങളോടുകൂടി ഇപ്പോൾ ഇവർ സ്വീകരിച്ചു വരുന്ന സമീപനം ഈ ഫാസിസമത്തിനെ തടയാൻ രാജ്യത്തിലെ മതനിരപേക്ഷ ശക്തികളാകെ ഒന്നിക്കേണ്ട ഘട്ടമാണ്. ശരി, മതനിരപേക്ഷ ശക്തികൾ ഒന്നിക്കണമെന്ന് CPIM വാദിക്കുന്നു. ശ്രീ JR പത്മകുമാർ, CPIM-ഉം BJP-യും തമ്മിലുള്ള പ്രശ്നം രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നമാണ്. ആരാണ് വലുത് എന്ന് നിങ്ങൾ ഇവിടെ ജനാധിപത്യപരമായ മാർഗത്തിൽ ഒരു വിധിയെഴുത്തിലൂടെ തീരുമാനിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്, അത് ചെയ്യൂ. അതിനപ്പുറത്ത് കേരളത്തിലെ ജനത എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ കേരളീയർ എന്നുള്ളത് ആ ഒരൊറ്റ വികാരമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് പിണറായി വിജയൻ ആയാലും ഉമ്മൻചാണ്ടി ആയാലും AK ആന്റണി ആയാലും ഇനി കുമ്മനം രാജശേഖരൻ നാളെ കേരള മുഖ്യമന്ത്രി ആയാലും അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, കേരളീയരുടെ ആകെ മുഖ്യമന്ത്രിയാണ്. നമ്മൾ ഫെഡറൽ സംവിധാനമുള്ള ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. ഇപ്പോൾ BJP-യുടെ ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിലാണ് ഇങ്ങനെ ഒരു ദുരനുഭവം നേരിടേണ്ടി വന്നത് എങ്കിൽ അത് അംഗീകരിക്കില്ലല്ലോ, BJP അത് അംഗീകരിക്കില്ലല്ലോ. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ കേരളത്തിൻ്റെ കേരളീയരുടെ മുഖ്യമന്ത്രിയായി കാണാൻ BJP-ക്ക് കഴിയാത്തത്? അല്ല അഭിലാഷ്, ഇത് ഞാൻ പറഞ്ഞില്ല, ഇല്ലാത്തൊരു സംഭവം ഉണ്ടാക്കി ഈ ഇതിലൊരു പ്രചരണം കൊടുത്ത് രാഷ്ട്രീയ പ്രചരണം കൊടുത്ത് രാഷ്ട്രീയ നിറം കൊടുക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ലൈവായി കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് കണ്ണൂരിലെ സംഭവം. മുഖ്യമന്ത്രിക്ക് ഏറ് കൊള്ളുന്നതും മുഖ്യമന്ത്രി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും എല്ലാം കേരളത്തിലെ ലൈവായി ആളുകൾ കണ്ടിട്ടത്. ആ സംഭവത്തെ വരെ ജയരാജൻ വളച്ചൊടിച്ച് എന്ത് സൗകര്യപൂർവ്വം അതിനെ വളച്ചൊടിച്ച് മുഖ്യമന്ത്രിയുടെ വേറെ ലീഗുകാരൻ കല്ലെറിഞ്ഞു, അങ്ങനെ മുഖ്യമന്ത്രി കല്ലെടുത്ത് നെഞ്ചിലെടുത്ത് ഇടിച്ചു പൊട്ടിച്ച് ആശുപത്രിയിൽ പോയി എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഈ നുണ, ഇത്തരത്തിലൊരു നുണ പറയാൻ ജയരാജന് കഴിയുമെങ്കിൽ ജയരാജന്റെ നേതാവ് ഇതിനപ്പുറം നുണ പറയും. ആ നുണ പറയുകയാണ് ഈ മധ്യപ്രദേശിൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. വളരെ സൗമ്യമായി പിണറായി വിജയൻ അവിടെ ഞാൻ പോകുന്നില്ല, ക്രമസമാധാന പ്രശ്നമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സൗമ്യമായി ഇവിടെ കേരളത്തിൽ വന്നിട്ട് രാഷ്ട്രീയപരമായി തരംതാണ രാഷ്ട്രീയത്തിന് വരുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് ശൈലിയാണ്, ഈ പട്ടിയെ പേപ്പട്ടിയാക്കുന്ന ഒരു ശൈലിയാണ്. ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫാസിസ്റ്റ് ശൈലി. ഇത് അവിടെ നടന്ന സംഭവത്തിന് വേണ്ടിയിൽ ഇവിടെ എല്ലാ ബ്രാഞ്ച് സമ്മേളനവും എല്ലാ ലോക്കൽ കമ്മിറ്റിയിലും പ്രകടനം നടത്താൻ ഒരു ആഹ്വാനം കൊടുത്തിട്ട് കേരളത്തിൽ ഇതൊരു സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വ ശ്രമം, ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി. ജയരാജൻ, അങ്ങനെയാണോ ഇത് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഈ വിഷയത്തെ ഉപയോഗിക്കുകയാണോ? താങ്കളുടെ ആ മറുപടിയോടുകൂടി നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. വളരെ പെട്ടെന്ന്. ഒരിക്കലുമല്ല. മധ്യപ്രദേശിൽ വെച്ച് തന്നെ പിണറായി വിജയൻ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആദ്യം യാത്രാമധ്യേ വഴിമധ്യേ തടഞ്ഞു നിർത്തിയാണ് ഈ വിവരം പറയുന്നത്. സുരക്ഷാ സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് പറയുന്നതെങ്കിൽ പിണറായി വിജയൻ തിരിച്ചു പോവില്ല. അവർ പിണറായി വിജയന്റെ മേലെ ഒരു പഴിചാരാനുള്ള മാർഗം ആരായുകയായിരുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് ഞാനിവിടെ വന്നത് സംഘർഷം ഉണ്ടാക്കാനല്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ കരുവാക്കി പ്രശ്നമാക്കണം. അതിന് പിണറായി വിജയൻ നിന്നില്ല. ഇവരുദ്ദേശിച്ചത് പ്രശ്നമുണ്ടാക്കാനാണ്. അത് പിണറായി വിജയൻ ഇരയായി നിന്നുകൊടുത്തില്ല. ഇതാണ് അവിടെ ഉണ്ടായത്. അത് ഫെഡറലിസത്തിന് നിരക്കാത്തതാണ്. ഒരു വ്യക്തിയല്ല, ഒരു മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ BJP-ക്കും RSS-നുമെതിരായി രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയർന്നു. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.